ചുക്ക്, മുളക്, തിപ്പല്ലി അല്ലേ? ഇതാണ് തിപ്പല്ലി. തിപ്പല്ലിയിൽ നാടൻ തിപ്പല്ലി, കാട്ടുതിപ്പല്ലി, ബംഗ്ലാ തിപ്പല്ലി, ഇത് മൂന്നും യഥേഷ്ടം വൃന്ദാവനത്തിൽ വളരുന്നുണ്ട്. ഇതാണ് ബംഗ്ലാ തിപ്പല്ലി. നാടൻ തിപ്പല്ലിയേക്കാൾ നീളവും കൂടും, തൊടവും കൂടും, ഭാരവും കൂടും, എരിവും കൂടുതലാണ്. ഇത് യഥേഷ്ടം ഉണ്ടാവുന്നുണ്ട്. ഇതിപ്പോൾ അതാ പഴുത്ത് നിൽക്കുന്നുണ്ട്. തിപ്പല്ലി ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ്. പണ്ട് കാലങ്ങളിൽ കേരളത്തിലെ യഥേഷ്ടം എല്ലാ തൊടിയിലും തിപ്പല്ലി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇത് കിട്ടാനില്ല. ഒപ്പം തന്നെ വിലയും കൂടുതലാണ്. തിപ്പല്ലി പനി സമയത്തൊക്കെ മലയാളികൾ ധാരാളം ഉപയോഗിച്ചിരുന്നു. ചുക്ക്, മുളക്, തിപ്പല്ലി ആയുർവേദത്തിൽ മാറ്റിവെക്കാൻ സാധിക്കാത്ത മരുന്നുകളിലൊന്നാണ്. ഈ അധികം ശ്രദ്ധയൊന്നും കൊടുക്കേണ്ടാത്ത വിളകളിലൊന്നാണ് തിപ്പല്ലി. യഥേഷ്ടം വളരും. പടർന്നു കയറാൻ ഒരു മരം ഇട്ട് കൊടുത്താൽ മതി. കുരുമുളക് പോലെ തന്നെ നമുക്ക് വരുമാനവും വർദ്ധിപ്പിക്കാം.